നമ്മുടെ റിലീജിയസ് ബേസ് മതബോധം ഉണ്ടാക്കുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതായത് മെച്യൂരിറ്റി ഇല്ലാത്ത ടൈമിലാണ് നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ ഇസ്ലാമിനെ പഠിക്കുന്നത്. മെച്യൂരിറ്റി വന്നതിന് ശേഷം നമ്മളെ ബുദ്ധി മുഴുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അക്കാഡമിക് ക്വാളിഫിക്കേഷനും കരിയറിനും വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ടാണ് ആളുകളിൽ ദീന് കുറയുന്നത്. ഫിസിക്കൽ ലൈഫിലേക്ക് എൻഗേജ്മെൻറ്റ് കൂടുകയും സ്പിരിച്വൽ ലൈഫിലേക്ക് കുറയുകയും ചെയ്യുന്നു. ഇവിടെയാണ് ആ വലിയ ഡിസ്കണക്റ്റ് സംഭവിക്കുന്നത്. ഒരു മുതിർന്ന മനുഷ്യൻ്റെ ചിന്താഗതിയും എന്നാൽ ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ മതബോധവുമായിട്ട് നമ്മൾ ഈ ജനറേഷനിൽ ജീവിക്കുന്ന സമയത്ത് പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ച ഉത്തരങ്ങളെ കൊണ്ട് ഇന്ന് നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന ചോദ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നത് മെച്യൂരിറ്റി വന്നതിന് ശേഷവും വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു അഡൽട്ട് സബ്ജക്റ്റ്, ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് കൂടിയാണ്. ഈ ലോകം മാറുന്നതിനനുസരിച്ചിട്ട് മനുഷ്യൻ്റെ തലച്ചോറും അനാലിറ്റിക്കലി മാറുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുന്നോട്ട് പോകുന്ന അനുസരിച്ചിട്ട് മനുഷ്യൻ്റെ ബുദ്ധിയെ അള്ളാഹു വികസിപ്പിച്ചെടുക്കുന്നുണ്ട് എന്നർത്ഥം. എന്തിനു വേണ്ടി? ഈ പ്രപഞ്ചത്തിലുള്ള അള്ളാഹുവിൻ്റെ സൈൻ, അടയാളങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സയൻസിൻ്റെ ഗ്രോത്ത് ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെ തകർക്കല്ല ചെയ്യേണ്ടത്, മറിച്ച് അള്ളാഹുവിൻ്റെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം അഡ്വാൻസ്ഡ് ആണെന്ന് തിരിച്ചറിയാനുള്ളൊരു ടൂളായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. അതിന് നമ്മൾ ആദ്യം ബ്ലൈൻഡ് ഫെയ്ത്തിൽ നിന്ന് പുറത്തു വരണം. അള്ളാഹുവിനെ നമ്മൾ ശരിക്കും അനുഭവിച്ചറിയണം. ഇസ്ലാം പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ശീലമായിട്ട് കൊണ്ടു നടക്കാതെ അതൊരു പേഴ്സണൽ ഡിസ്കവറി ആയിട്ടും നമ്മളെ മെച്യൂരിറ്റി വന്ന ബുദ്ധി കൊണ്ട് നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയൊരു ലോജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടും മാറണം. ഇല്ലെങ്കിൽ നമ്മളതിനെ മാറ്റണം. ലോകം പുരോഗമിക്കുന്ന സമയത്ത് നമ്മുടെ വിശ്വാസവും പക്വമായ ബോധ്യങ്ങളിലേക്ക് പരിണമിച്ച് കയറിപ്പോണം.